വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലെങ്ങും എന്ന് കവി പാടിയതുപോലെ ഈ മഴക്കാലത്ത് പോലും തൃക്കാക്കര നഗരസഭാ നിവാസികൾ അനുഭവിക്കുന്നത് കനത്ത കുടിനീർ ക്ഷാമമാണെന്ന് പറയാതെ വയ്യ. ജലവിഭവ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ജനകീയ സമരങ്ങൾ ഒട്ടനവധിയാണ്. ആദ്യമായിട്ടൊന്നുമല്ല ഇവർ വാട്ടർ അതോറിറ്റിയുടെ മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. തൃക്കാക്കരയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? വാട്ടർ അതോറിറ്റിയുടെ സംഭരണിയിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളം തൃക്കാക്കരയിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങളിലേക്കും മറ്റും വഴിതിരിച്ചു വിട്ട് ചില്ലറ വാങ്ങുന്ന ബിരുദന്മാരാണോ സ്ഥിരമായി സാധാരണക്കാരന്റെ കുടിവെള്ളം മുട്ടിക്കുന്നതെന്ന സംശയവും ഒറ്റമൈനക്കില്ലാതില്ല. എന്തായാലും തൃക്കാക്കര നഗരസഭാ പരിധിയിലെ കുടിവെള്ള വിതരണത്തിൽ എന്തൊക്കെയോ പാകപ്പിഴകൾ സംഭവിക്കുന്നുണ്ടെന്നത് പച്ച പരമാർത്ഥം. കോടികൾ മുടക്കി പുതിയ ജലസംഭരണി സ്ഥാപിക്കുമെന്ന മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രഖ്യാപനവും ജലരേഖയായി മാറിയെന്നാണ് ഒറ്റമൈനയുടെ പക്ഷം പിടിക്കാത്ത വിലയിരുത്തൽ. കേരളത്തിലെ ഭരണ പ്രതിപക്ഷ പാണന്മാർക്കും ഈ കുടിവെള്ള ക്ഷാമത്തിനൊരു പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നത് മറ്റൊരു അപൂർവതയായി നിലനിൽക്കുമ്പോൾ അവർക്കും ഇരിക്കട്ടെ ഒറ്റമൈനയുടെ വക ഒരു നല്ല നമസ്കാരവും കുതിരപ്പവനും.